ഓക്കെ, നമ്പർ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കിനകത്തിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 1 കഴിഞ്ഞു, ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് കാണുക. ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓൺ ഡിവൈഡിങ് എ സർട്ടൈൻ നമ്പർ ബൈ 357 ദ റിമൈൻഡർ ഈസ് 39. ഓൺ ഡിവൈഡിങ് ദ സെയിം നമ്പർ ബൈ 17 വാട്ട് വിൽ ബി ദ റിമൈൻഡർ? ഒരു നമ്പറിനെ 357 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡറായിട്ട് 39 കിട്ടുന്നു. ആ സെയിം നമ്പറിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും റിമൈൻഡർ കിട്ടുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ. ഏതോ ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 357 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു കോഷ്യൻ്റ് കിട്ടും അല്ലേ? എക്സ് എന്ന് പറയുന്നൊരു കോഷ്യൻ്റ് കിട്ടും. അതുകൂടാതെ അവർക്ക് 39 എന്ന് പറയുന്നൊരു റിമൈൻഡറും കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, ഇതേ നമ്പറിനെ അവർ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിമൈൻഡറായിട്ട് കിട്ടുന്നത്? ഇവിടെ ഒരു കോഷ്യൻ്റ് കിട്ടും, അതുകൂടാതെ എന്തായിരിക്കും അവർക്ക് കിട്ടുന്ന റിമൈൻഡർ? ഇതാണ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് നോക്കിയേ. ഈ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കുറേ ടേംസ് പഠിച്ചായിരുന്നു അല്ലേ? ഈ നമ്പർ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിവിഡൻഡ് എന്ന്. ഇവിടെ കിട്ടുന്നത് കോഷ്യൻ്റ് ആണ്. ഇത് ഡിവൈസർ, ഇത് റിമൈൻഡർ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഡിവിഡൻറ്റിനെ ആദ്യം കണ്ടുപിടിക്കണം. ഈ ഡിവിഡൻറ്റ് കിട്ടിയാലേ നമുക്ക് ആ ഡിവിഡൻറ്റിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ കിട്ടുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആദ്യം ഡിവിഡൻറ്റ് കണ്ടുപിടിക്കണം. ഡിവിഡൻറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ അത്? ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ഇതാണ് ഇക്വേഷൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ഇവിടെ നോക്കിയേ, എന്താ ഡിവൈസർ? 357. ഇവിടുത്തെ കോഷ്യൻ്റ് നമുക്കറിയില്ല. കോഷ്യൻറ്റിന് പകരം നമ്മൾ എക്സ് എന്ന് കൊടുക്കുക. പ്ലസ് ഇവിടുത്തെ റിമൈൻഡർ എത്രയാ? റിമൈൻഡർ 39. ഇതാണ് ആ നമ്പർ അല്ലേ? ഇതാണ് ഡിവിഡൻ്റായിട്ട് നമുക്ക് കിട്ടിയ നമ്പർ. ഇനി എന്ത് ചെയ്യണം? ഈ നമ്പറിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ നമ്പറിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് കിട്ടിയ നമ്പർ 87 ഇൻറ്റു എക്സ് പ്ലസ് 39 എന്നുള്ളതാണ് നമ്പർ. ആ നമ്പറിനെ നമ്മൾ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്തെ നോക്കിയേ, ഈ നമ്പറിനെ എങ്ങനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യും? ഇതിനെ ഞാൻ 2 ആക്കുന്നു. 357 എക്സ് ഡിവൈഡഡ് ബൈ 17 പ്ലസ് 39 ഡിവൈഡ് ബൈ 17. ഓക്കെ, ഇതിങ്ങനെ കൂട്ടാൻ തരുമ്പോഴല്ലേ നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് 17 അങ്ങനെ എടുത്തിട്ട് 357 എക്സ് പ്ലസ് 39 എന്ന് എഴുതിയേ. അപ്പോൾ ഇതിനെ ഞാൻ തിരിച്ചെഴുതിയത്. അപ്പോൾ ഇവിടെ നോക്കിയേ, 357 എക്സ് ഡിവൈഡ് ബൈ 17. ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 357നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയേ. 357 നമ്മൾ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 21 എന്ന് കിട്ടും. അപ്പം ഈ ടേമിനെ നമുക്ക് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാം പൂർണ്ണമായിട്ടും അല്ലേ? ഇവിടെ റിമൈൻഡർ ഒന്നും കിട്ടത്തില്ല. റിമൈൻഡർ ഇവിടെ 0 കിട്ടത്തുള്ളൂ. നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാം. ഇവിടെ നോക്കിയേ, 39നെ 17 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയേ. 39 ഡിവൈഡ് ബൈ 17 2 തവണ 34, ബാലൻസ് 5, റിമൈൻഡർ 5 ആയിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ റിമൈൻഡർ നമുക്ക് 5 എന്ന് കിട്ടി. ഇവിടുത്തെ റിമൈൻഡർ 5 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ ടോട്ടൽ റിമൈൻഡർ എത്ര കിട്ടി? ഇവിടുത്തെ ടോട്ടൽ റിമൈൻഡർ നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ എന്താ പറഞ്ഞത്? ഇതാണ് നമ്മുടെ ഡിവിഡൻറ്റ്. ഈ ഡിവിഡൻറ്റിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡറാണ് 5 എന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? 357 ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അല്ലേ? 357 എക്സ് പ്ലസ് 39 എന്ന് എഴുതി. ദെൻ 17നെ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റി 21 കൊണ്ട്. ഇവിടെ റിമൈൻഡർ ഉണ്ടെങ്കിൽ ആ റിമൈൻഡറും കൂടെ ഇത് 5ൻ്റെ കൂടെ കൂട്ടണം.
മനസ്സിലായോ? ഇവിടെ റിമൈൻഡർ ഒന്നുമില്ല, 0 കിട്ടിയേക്കുന്നുണ്ട്. റിമൈൻഡർ 0 കിട്ടിയേക്കുന്നതുകൊണ്ടാണ് നമ്മൾ 0 + 5 എന്ന റിമൈൻഡർ കിട്ടിയത്. എന്നിട്ട് ഇവിടെ 39/17. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡറാണ് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. ഓപ്ഷൻ എ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ കണക്കിൽ വേറൊരു എളുപ്പ വഴിയും ഇവിടെ പറഞ്ഞു തരാം. ഇത് ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇവിടുത്തെ റിമൈൻഡർ ഉണ്ടല്ലോ, ആദ്യത്തെ റിമൈൻഡർ 39, ആ റിമൈൻഡറിനെ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ട ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 39നെ ഡയറക്റ്റ് നമുക്ക് 17 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ വരുന്ന റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക. ആ റിമൈൻഡർ ആയിരിക്കും നമ്മുടെ ആൻസർ. ഇതാണ് എളുപ്പവഴി. മനസ്സിലായോ എന്താ പറഞ്ഞത്? നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്ന റിമൈൻഡർ ഫസ്റ്റ് അവർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിയ റിമൈൻഡർ എത്ര ആണോ, ഇവിടെ നോക്കിയേ, ഫസ്റ്റ് അവർ ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 39 എന്ന് കിട്ടി. ആ റിമൈൻഡറിനെ ഇനി ഏത് നമ്പർ കൊണ്ടാണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്? 17 അല്ലേ? 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കുക എത്ര തവണ? 34, ബാലൻസ് 5. ഈ 5 ആയിരിക്കും ഇവിടുത്തെ റിമൈൻഡർ. ഇതാണ് പെട്ടെന്ന് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, രണ്ട് രീതിയിലും നിങ്ങൾ ചെയ്തു നോക്കിക്കോളുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോളുക. എ നമ്പർ ഡിവൈഡഡ് ബൈ 899 gives a remainder of 63. If the number is divided by 29, the remainder will be. ഏതോ ഒരു നമ്പറിനെ 899 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡറാണ് 63 അല്ലേ? ഇവിടെ കോഷ്യൻ്റ് എക്സ് എന്നിരിക്കട്ടെ, നമുക്ക് കിട്ടിയ റിമൈൻഡറാണ് 63. അങ്ങനെയാണെങ്കിൽ അതേ നമ്പറിനെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഈ നമ്പർ കണ്ടുപിടിച്ചാലല്ലേ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ആ നമ്പറിനെ കണ്ടുപിടിക്കുക. നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ഇവിടുത്തെ ഡിവൈസർ 899, ദെൻ കോഷ്യൻ്റ് എക്സ് പ്ലസ് റിമൈൻഡർ 63. ഇതിനെ ഇനി എന്ത് ചെയ്യണം? ഇതാണ് നമുക്ക് കിട്ടിയ ആ നമ്പർ. ഈ നമ്പറിനെ നമുക്ക് 29 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 29 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ പപ്പാതി മുറിച്ച് നോക്കിയേ. 899 എക്സ് ഡിവൈഡഡ് ബൈ 29 പ്ലസ് 63 ഡിവൈഡ് ബൈ 29. ഇതിനെങ്ങനെ എഴുതുന്നത് അല്ലേ? ഇത് നമുക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അടുത്ത ഫ്രാക്ഷൻ്റെ ക്ലാസ് വരുമ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, കാരണം ഇതിൻ്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് ഇവിടെ ഒരു ഡിനോമിനേറ്റർ ആക്കിയിട്ട് ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടുന്നതാണ് ആ ക്രിയ. ഓക്കെ, ഇത് നോക്കിയേ, 29ഉം 899 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. ഇത് തമ്മിൽ ചെയ്യുമ്പോൾ നമുക്ക് 31 എന്ന ആൻസർ കിട്ടും. 899നെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 31 എന്ന് കിട്ടും. ഇവിടെ റിമൈൻഡർ ഒന്നും കിട്ടത്തില്ല, റിമൈൻഡർ 0. ഇനി 63യെ 29 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 63 ഡിവൈഡ് ബൈ 29 എത്ര തവണ? 29 എത്ര തവണ? 2 തവണ അല്ലേ? 58, ബാലൻസ് 5. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്ര കിട്ടി നമുക്ക്? 5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 5 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ B5. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇനി ഇതിൻ്റെ എളുപ്പവഴി ഒന്ന് ചെയ്ത് നോക്കിയേ. എങ്ങനെ എളുപ്പവഴി നമ്മൾ പറഞ്ഞത്? എളുപ്പവഴി എന്താ? ഇവിടെ തരുന്ന റിമൈൻഡർ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ 63. ആ റിമൈൻഡറിനെ നമുക്കിനി ചെയ്യാൻ തന്ന നമ്പർ ഡിവിസർ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡറായ 63യെ ഡിവൈസർ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിയേ എത്ര കിട്ടും? 2, 58, ബാലൻസ് 5. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടും നമുക്ക്? 5. ഇതാണ് എളുപ്പവഴി. റിമൈൻഡറായ സംഖ്യയെ എന്ത് ചെയ്യുക? അടുത്ത ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അവിടെ എത്രയാണോ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് ആ റിമൈൻഡർ ആയിരിക്കും ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത കണക്കിലേക്ക് പോവാം. ഓക്കെ, ഇൻ എ ഡിവിഷൻ, ഒരു ഡിവിഷനകത്തിൽ ദ ഡിവൈസർ ഈസ് 2 times and the quotient is 6 times the remainder. If the remainder is 2, then the dividend is. ഓക്കെ,
ഒരു ഡിവിഷനകത്തിൽ ഇവിടെ നമ്മളൊരു ഡിവിഷൻ ചെയ്യുന്നു, ഒരു ഡിവിഡൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഒരു ഡിവൈഡ് നമുക്ക് കോഷ്യൻ്റ് കിട്ടും, ഒരു റിമൈൻഡറും കിട്ടും അല്ലേ. അവർ പറയുന്നത് ഇവിടെ അവർക്ക് കിട്ടിയ ഡിവൈസർ എന്ന് പറയുന്നത്, ഇവിടെ ഡിവൈസർ എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് റിമൈൻഡർ ആണ്. റിമൈൻഡറിൻ്റെ 2 ടൈംസ് ആണ്, എന്ന് വെച്ചാൽ 2 × 6 ആണ്. ഇനി അവരുടെ കോഷ്യൻ്റ് എന്ന് പറയുന്നത് 6 ടൈംസ് ഓഫ് റിമൈൻഡർ ആണ്. റിമൈൻഡറിൻ്റെ 6 മടങ്ങാണ്, എന്ന് വെച്ചാൽ 6 × 6 ആണ്. ഇനി അവർ പറയുക, ഇനി r = 2 ആണെങ്കിൽ റിമൈൻഡർ 2 ആണെങ്കിൽ എന്താണ് ഇവിടുത്തെ ഡിവിഡൻറ്റ്? എന്താണ് ഡിവിഡൻറ്റ്? അപ്പം ഡിവിഡൻറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ഡിവിഡൻറ്റ് = ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. നോക്കിയേ, ഡിവൈസർ എത്ര? റിമൈൻഡർ 2 ആണെങ്കിൽ ആ 2ൻ്റെ 2 മടങ്ങാണ് ഡിവൈസർ. 2ൻ്റെ 2 മടങ്ങെന്ന് വെച്ചാൽ 2 × 2 4. അപ്പം ഡിവൈസർ 4 ആണ്. ഇനി കോഷ്യൻ്റ് എത്ര? റിമൈൻഡർ 2 ആണെങ്കിൽ ഈ 2ൻ്റെ 6 മടങ്ങാണ് കോഷ്യൻ്റ്. 2ൻ്റെ 6 മടങ്ങെന്ന് വെച്ചാൽ 2 × 6 = 12. അപ്പം ഇവിടുത്തെ കോഷ്യൻ്റ് എന്ന് പറയുന്നത് 12 ആണ്. പ്ലസ് റിമൈൻഡർ എത്രയാണ്? 2 ആണ്. ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് കിട്ടും എത്രയാണ്? 50 എന്ന് കിട്ടും. നോക്കിയ ഓപ്ഷനകത്തിൽ സി. മനസ്സിലായോ പറഞ്ഞത്? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഒരു ഡിവിഷൻ നടത്തിയപ്പോൾ അവർക്ക് അതിൻ്റെ ഡിവൈസർ റിമൈൻഡറിൻ്റെ 2 മടങ്ങായിട്ടും കോഷ്യൻ്റ് റിമൈൻഡറിൻ്റെ 6 മടങ്ങായിട്ടും കിട്ടി. ഇനി റിമൈൻഡർ 2 ആണെങ്കിൽ എന്താണ് അവിടുത്തെ ഡിവിഡൻറ്റ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. റിമൈൻഡർ 2 ആണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രകാരം ഡിവിസർ എന്ന് പറയുന്നത് 2 മടങ്ങാണ്, റിമൈൻഡറിൻ്റെ 2 മടങ്ങാണ്. അപ്പോൾ 2 × 2 4. അവിടുത്തെ കോഷ്യൻ്റ് 6 മടങ്ങാണ്, അപ്പോൾ 6 × 2 12. ദെൻ റിമൈൻഡർ 2 ആണ്. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഡിവിഡൻറ്റ് = ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ആ സംഖ്യകൾ ഇട്ട് കൊടുക്കുക, നമുക്ക് ആൻസർ 50 എന്ന് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബോയ് വാസ് ആസ്ക്ഡ് മൾട്ടിപ്പിൾ എ സർട്ടൈൻ നമ്പർ ബൈ 25. ഹി മൾട്ടിപ്പിൾഡ് ഇറ്റ് ബൈ 52 ആൻഡ് ഗോട്ട് ഹിസ് ആൻസർ മോർ ബൈ 324 than the correct answer. The number to be multiplied was. എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താ? ഏതോ ഒരു നമ്പറിനെ, ഏത് നമ്പറാണെന്ന് അറിയത്തില്ല, നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഏതോ ഒരു നമ്പറിനെ 25 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 25 കൊണ്ട് ഗുണിക്കണമായിരുന്നു. പക്ഷേ അതിന് പകരം എന്താ ചെയ്തത്? ആ നമ്പറിനെ 52 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ ആദ്യം ചെയ്യേണ്ടിരുന്നത് ഏതോ ഒരു നമ്പറിനെ 25 കൊണ്ട് ഗുണിക്കണമായിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് ആ നമ്പറിനെ 52 കൊണ്ട് ഗുണിച്ചു. ആ 52 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ, കിട്ടേണ്ട യഥാർത്ഥ ആൻസർ ഇതായിരുന്നല്ലോ. നമ്മുടെ യഥാർത്ഥ ആൻസർ ഇതല്ലായിരുന്നു നമുക്ക് ചെയ്യേണ്ടിരുന്ന ആൻസർ. ഈ ചെയ്യേണ്ടിയിരുന്ന ആൻസറിനേക്കാൾ 324 കൂടുതലാണ്. എന്ന് വെച്ചാൽ 324 + 25x. മനസ്സിലായോ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഏതോ ഒരു നമ്പറിനെ 25 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണമായിരുന്നു. ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഒരു ബോയോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം 25 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണമായിരുന്നു. പക്ഷേ അവൻ എന്ത് ചെയ്തു? ആ നമ്പറിനെ 52 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ അവന് കിട്ടിയ ആൻസർ യഥാർത്ഥത്തിൽ വരേണ്ട ആൻസറിനേക്കാൾ, കറക്റ്റ് ആൻസറിനേക്കാൾ 324 കൂടുതലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആൻസർ ഇതായിരുന്നു അല്ലേ, 25x ആയിരുന്നു. അതിനേക്കാൾ 324 കൂടുതലെന്ന് പറയുമ്പോൾ 324 + 25x. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? ഏതാ നമ്പർ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങോട്ട് നോക്ക്. ഇവിടെ എക്സിൻ്റെ ടേമിനെല്ലാം ഒരിടത്ത് കൊണ്ടുവരുന്നു. ഇവിടെ 52x ഉണ്ട്. ദെൻ ഇപ്പുറത്ത് കിടക്കുന്ന 25x എന്ത് ചെയ്യണം? =ൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ കൂട്ടിയേക്കുന്ന 25x എന്നുള്ളത് =ൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഇവിടെ പ്ലസ് ചെയ്തേക്കുന്നത് =ൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും. അപ്പം 25x = 324. ഓക്കെ, 52xൽ നിന്നും 25x പോയാൽ എത്ര കിട്ടും? 27x കിട്ടും അല്ലേ. 27x = 324.
അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സിൻ്റെ കൂടെ 27 ഗുണിച്ചേക്കുമല്ലയോ? ഈ 27നെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. കാരണം നമുക്ക് എക്സ് മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 27നെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം ഇവിടെ ഗുണിച്ചിരിക്കുന്ന 27 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. 324 ഡിവൈഡ് ബൈ 27 എത്ര കിട്ടും നമുക്ക് ആൻസർ? മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇത് നോക്കിയോ, ഓപ്ഷൻ ബി 12. അപ്പം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏതോ ഒരു നമ്പറിനെ 25 കൊണ്ട് ഗുണിക്കണമായിരുന്നു. അതിന് പകരം എന്ത് ചെയ്തു? ആ നമ്പറിനെ 52 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസറിനേക്കാൾ 324 കൂടുതൽ കിട്ടി. അപ്പോൾ നമുക്ക് വരുന്ന ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും. ഇതായിരിക്കും നമുക്ക് ഇക്വേഷൻ. 52x ഈക്വൽ ടു 324 പ്ലസ് 25x. ഇതിനകത്ത് നിന്നും നമ്മൾ എക്സ് നമുക്കറിയാത്ത നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ അതെന്നെടുത്തത്, എക്സ് എന്നെടുത്തത്. അപ്പോൾ ആ എക്സ് കണ്ടുപിടിക്കുക. എക്സ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അമിത് വൈൽ സോൾവിങ് ഹിസ് മാത്സ് ഹോംവർക്ക് took 12 as divisor instead of 21 in a question on division with zero remainder. The quotient obtained by him was 35. The correct quotient is. അങ്ങനെ മാത്സിൻ്റെ ഹോംവർക്ക് ചെയ്തപ്പോൾ ഏതോ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻ ഏതോ ഒരു നമ്പറിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. ഏതോ ഒരു നമ്പറിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. പക്ഷേ അമിത് ചെയ്തത് ആ നമ്പറിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ 0 എന്ന് കിട്ടി. കോഷ്യൻ്റ് 35 എന്നും കിട്ടി. മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്താ? അമിത് അവൻ്റെ മാത്സ് ഹോംവർക്ക് ചെയ്തപ്പോൾ ഏതോ ഒരു നമ്പറിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. പക്ഷേ അവൻ 21 പകരം 12 വെച്ച് ഡിവൈഡ് ചെയ്തു. 12 വെച്ച് ഡിവൈഡ് ചെയ്തു. അങ്ങനെ 12 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ അവൻ്റെ റിമൈൻഡർ 0 എന്നും കോഷ്യൻ്റ് 35 എന്നും കിട്ടി. എങ്കിൽ ദ കറക്റ്റ് കോഷ്യൻ്റ് ഈസ്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ 21 കൊണ്ട് ഡിവൈഡ് ചെയ്തായിരുന്നെങ്കിൽ അവന് എത്ര കോഷ്യൻ്റ് കിട്ടും? കോഷ്യൻ്റ് എത്ര കിട്ടിയേനെ? അപ്പം 21 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ നമ്പർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, അല്ലേ? ഏത് നമ്പറിനെയാണ് അവർ ഡിവൈഡ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അതെന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ഇവിടെ റിമൈൻഡർ ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈസറും കോഷ്യൻറ്റും കൂടെ ഇൻറ്റു ചെയ്താൽ മതി. 35ഉം 12ഉം കൂടെ ഇൻറ്റു ചെയ്യുക. 35 ഇൻറ്റു 12 നമുക്ക് ഡിവിഡൻറ്റ് കിട്ടും. 35 ഇൻറ്റു 12 കാരണം റിമൈൻഡർ 0 ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? കോഷ്യൻറ്റും ഡിവൈസറും കൂടെ ഇൻറ്റു ചെയ്താൽ മതി. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 420 എന്ന ആൻസർ കിട്ടും. 420 ഇതാണ് നമ്മുടെ ഡിവിഡൻറ്റ്. ഈ ഡിവിഡൻറ്റിനെ ഈ 420യെ എന്ത് ചെയ്യുക? 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 20 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? ഓപ്ഷൻ സി. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? അമിത് അവൻ്റെ മാത്സ് ഹോംവർക്ക് ചെയ്തപ്പോൾ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അവൻ ഏതോ ഒരു നമ്പറിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അവന് 35 എന്ന കോഷ്യൻ്റ് കിട്ടി, റിമൈൻഡർ 0 കിട്ടി. ആ നമ്പറിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ അവിടുത്തെ കോഷ്യൻ്റ് എത്ര കിട്ടുമായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഡിവിഡൻറ്റ് കണ്ടുപിടിക്കണം. ഡിവിഡൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ഇവിടെ റിമൈൻഡർ 0 ആയതുകൊണ്ട് ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 420. ഡിവിഡൻറ്റ് കിട്ടി 420. ഈ 420നെ എന്ത് ചെയ്യുക? 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോഷ്യൻ്റ് കിട്ടും. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഡിവിസിബിൾ ബൈ 3? ഇതിൽ ഈ 4 ഓപ്ഷനകത്തിൽ ഏത് നമ്പറിനെയാണ് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത്? നമ്മൾ കുറേ നമ്പേഴ്സിനെ അല്ലേ പെട്ടെന്ന് എങ്ങനെ കണ്ടാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അല്ലേ? ആ വീഡിയോ കാണാത്തൊരു അത് ജസ്റ്റ് ഒന്ന് കാണുക, മനസ്സിലാക്കുക. ഇവിടെ നോക്കിയേ, 3 കൊണ്ട് ഏതെങ്കിലും തന്നിരിക്കുന്ന നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ആ നമ്പേഴ്സിൻ്റെ ഡിജിറ്റ്സ് തമ്മിൽ കൂട്ടി നോക്കണം. ആ കൂട്ടി കിട്ടുന്ന സമ്മ് അല്ലെങ്കിൽ ഡിജിറ്റിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 3
3ൻ്റെ ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, നോക്കിയേ, ഫസ്റ്റത്തെ നമ്പർ എടുക്കാം, ഓപ്ഷൻ എ എടുക്കാം. അതിലെ ഡിജിറ്റ് തമ്മിൽ ഒന്ന് കൂട്ടി നോക്കിയേ. 4 + 1 + 7 + 3 + 6 എത്ര കിട്ടും? 4 + 1 5, 5 + 7 12, 12 + 3 15, 15 + 6 21. ഇവിടെ ആൻസർ കിട്ടും 21. 21 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയും അല്ലേ? 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തേ ഫസ്റ്റ് ഓപ്ഷൻ ചെയ്ത് കിട്ടി അല്ലേ? മനസ്സിലായോ? അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തിലെ ഡിജിറ്റിൻ്റെ സമ്മ് നോക്കുക. ഡിജിറ്റിൻ്റെ സമ്മ് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. കഴിയുമെങ്കിൽ നമുക്ക് പറയാം ആ നമ്പറിനെ, തന്നിരിക്കുന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. നമുക്ക് ബാക്കി നമ്പേഴ്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ? അടുത്ത ഓപ്ഷൻ ബി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. അവിടുത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 3 + 2 + 0 + 4 + 1. 3 + 2 + 0 + 4 + 1 = 10 എന്ന് കിട്ടും അല്ലേ? നോക്കി, 10 3യുടെ മൾട്ടിപ്പിൾ ആണോ? അല്ല, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് പറയാം ഇതല്ല ഓപ്ഷൻ. ഇനി അടുത്ത നമ്പർ നോക്കിയേ. 2 3 1 1. 2 + 3 + 1 + 1. ആൻസർ എത്ര കിട്ടും? 2 + 3 5, 6 7 എന്ന് കിട്ടും. 7 എന്ന് പറയുന്ന 3യുടെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ നമുക്ക് പറയാം ഈ നമ്പറും ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത നമ്പർ നോക്കിയേ. 9 + 4 + 5 + 6 + 8 എത്ര കിട്ടും? 32 എന്ന് കിട്ടും. 32 എന്ന് പറയുന്ന നമ്പർ 3യുടെ മൾട്ടിപ്പിൾ ആണോ? അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പറയാം ഈ ഓപ്ഷൻ ഡിയും പറ്റില്ല. മനസ്സിലായോ? അപ്പം 3യുടെ ഡിവിസിബിൾ ആണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഡിജിറ്റ്സ് തമ്മിൽ സം ചെയ്ത് നോക്കുക. ആ സം എന്ന് പറയുന്ന 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ അല്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വാട്ട് ലീസ്റ്റ് വാല്യൂ മസ്റ്റ് ബി അസൈൻഡ് ടു സ്റ്റാർ so that the number is 69,102 and dash is divisible by 25. ഓക്കെ, ഇങ്ങനൊരു നമ്പർ തന്നിരിക്കുന്നു. ഇതിൻ്റെ അവസാനത്തെ നമ്പർ അവർ തന്നിട്ടില്ല. നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത് എന്തുവാ? ഈ അവസാന നമ്പർ ഏത് നമ്പർ കൊടുത്താൽ, ഏറ്റവും ചെറിയ വാല്യൂ കൊടുത്താൽ, ഈ ഓപ്ഷനകത്ത് കിടക്കുന്ന ഏത് വാല്യൂ കൊടുത്താലാണ് ഈ നമ്പറിനെ പൂർണ്ണമായിട്ടും 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തിലെ അവസാന ഡിജിറ്റ് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് പാർട്ടിൽ ഈ ഓപ്ഷനകത്ത് കൊടുത്തേക്കുന്ന ഏത് നമ്പർ കൊടുത്താലാണ് നമുക്ക് ഈ നമ്പറിനെ പൂർണ്ണമായിട്ടും 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത്? എന്തായിരുന്നു 25 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? എന്തായിരുന്നു കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്? അവസാനത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്ന അവസാനത്തെ 2 ഡിജിറ്റ് ഒന്നെങ്കിൽ 25ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അവസാനത്തെ 2 ഡിജിറ്റ് ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ 2 ഡിജിറ്റ് എന്തിൻ്റെ? 25ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ 2 ഉണ്ട്. അവിടെ 25ൻ്റെ മൾട്ടിപ്പിൾ വരണമെങ്കിൽ ഏത് നമ്പർ ആയിരിക്കണം? ഇവിടെ 5 ആയിരിക്കണം. എന്നാലേ 25 എന്ന് കിട്ടത്തുള്ളൂ അല്ലേ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ 5 ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രോഡക്റ്റ് ഓഫ്. ഓക്കെ, ഈ ഒരു നമ്പർ, ഇത്രയും നമ്പറിൻ്റെ പ്രോഡക്റ്റ്, ഇത് ഇത്രയും കൂടെ ഗുണിക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും അല്ലേ? ഒരു വലിയൊരു ആൻസർ കിട്ടും. ഇത്രയും നമ്പേഴ്സും കൂടെ ഗുണിക്കുമ്പം വലിയൊരു ആൻസർ കിട്ടും. ആ ആൻസറിൻ്റെ അവസാനത്തെ യൂണിറ്റ് ഡിജിറ്റ്, അവസാനത്തെ ഡിജിറ്റ് എത്രയാണ് എന്ന ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇത്രയും വലിയ നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പറിൻ്റെ അവസാനത്തെ ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ഓക്കെ, എങ്ങനെയായിരുന്നു ഇത് ചെയ്യുന്നത്? പെട്ടെന്ന് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം അവസാനത്തെ ഡിജിറ്റ് എടുക്കുക. നോക്കിയേ, 268. ഇതിനകത്തിലെ അവസാനത്തെ ഡിജിറ്റ് ഏതാ? 8 എന്നുള്ളത്. ഓക്കെ, അടുത്ത നമ്പർ നോക്കിയാൽ 539. അതിനകത്തിലെ അവസാനത്തെ ഡിജിറ്റ് ആരാ? 9 × 9. ഓക്കെ, അടുത്തത് 826. അതിനകത്തിലെ അവസാനത്തെ ഡിജിറ്റ് 6. ഇനി 102. അതിനകത്തിലെ അവസാനത്തെ ഡിജിറ്റ്
2. അപ്പം തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തിലെ എല്ലാ അവസാന ഡിജിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്പിൾ ചെയ്താൽ മതി. എത്ര കിട്ടും നമുക്ക് ആൻസർ? 8 × 9 72 × 6 × 2 12 ദെൻ 2 × 2 4. ഇങ്ങനെ എടുത്താൽ മതി. ഇതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് ആ ക്ലാസ് ഒന്ന് കാണുക. എന്ത് ചെയ്താൽ മതി, ഈ അവസാനത്തെ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ ഓരോ നമ്പറിനകത്തിലെയും അവസാനത്തെ ഡിജിറ്റ് എടുത്ത് മൾട്ടിപ്പിൾ ചെയ്യുക. നോക്കി 8 × 9 ദെൻ 72 എന്ന് കിട്ടി, 6 × 2 12 എന്നും കിട്ടി. ഇനിയും എന്ത് ചെയ്താൽ മതി, ഇനിയും ലാസ്റ്റ് ഡിജിറ്റ് കാണുമെങ്കിൽ ആ അവസാനത്തെ 2 ഡിജിറ്റ് എടുത്ത് ഗുണിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ 2 × 2 = 4 എന്നെടുത്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് ചെയ്യുന്ന രീതി ഈ ക്വസ്റ്റ്യൻ്റെ മാത്രം രീതിയെ നമ്മൾ ചെയ്തോളൂ. ദെൻ പവർ വരുന്ന രീതി നമ്മൾ ചെയ്തില്ല. ഈ പവർ വരുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കിയോ. യൂണിറ്റ് ഡിജിറ്റ് കിട്ടുന്ന പവർ വരുന്ന രീതി ഫസ്റ്റ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ പവേഴ്സ് തരുമ്പോൾ, പവറുള്ള നമ്പേഴ്സ് തരുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി പറഞ്ഞുതരാം. ഫസ്റ്റ് കണ്ടീഷൻ, ഞാൻ കുറച്ച് നമ്പർ എഴുതുക. 710 710 358 521 780 335 108 336 72. ഓക്കെ, ഈ നമ്പേഴ്സിൻ്റെ എല്ലാം ഫസ്റ്റ് കണ്ടീഷൻ പറയാണ്. ഫസ്റ്റ് കണ്ടീഷൻ, ഈ നമ്പേഴ്സിൻ്റെ എല്ലാം ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയേ. 0, ഇവിടെ 1, ഇവിടെ 5, ഇവിടെ 6. ഇങ്ങനെ അവസാന നമ്പേഴ്സ് 0, 1, 5, 6 എന്നീ 4 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ അതിൻ്റെ പവർ എന്തുമായിക്കോട്ടെ, പവർ 358, 780, 108, 72, അതെന്തെങ്കിലും ആയിക്കോട്ടെ, പവർ നമ്മൾ നോക്കിയേ വേണ്ട, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഈ അവസാന ഡിജിറ്റ് 0, 1, 5, 6 ആണെങ്കിൽ നമുക്ക് ആ ചെയ്തു വരുന്ന ആൻസറിൻ്റെ അവസാന ഡിജിറ്റ് എന്തായിരിക്കും, അതേ നമ്പർ ആയിരിക്കും. എന്ന് വെച്ചാൽ 710 358 എന്ന് പറയുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ കാണുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് എന്ത് തന്നെ ആയിരിക്കും, 0 തന്നെ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, 521 780 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് 1 തന്നെ ആയിരിക്കും. ഇവിടെ 335 108 എന്നുള്ളൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വില കണ്ടു കഴിയുമ്പം അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് 5 തന്നെ ആയിരിക്കും. 336 72ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലും അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് എന്ത് തന്നെ ആയിരിക്കും, 6 തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ പറയുന്നത്, തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തിലെ 0, 1, 5, 6 ഇതിലേതെങ്കിലും ഒന്നാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എങ്കിൽ അതിൻ്റെ പവർ എന്തുമായിക്കോട്ടെ, അത് ചെയ്തു വരുമ്പോൾ ആൻസറിനകത്തിലെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ സെയിം തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, 0 0 എത്ര കിട്ടും നമുക്ക്, 0 എന്ന് കിട്ടും. 0 അതും 0. 0 അതും 0. അങ്ങനെ 0യുടെ ഏത് പവർ എടുത്താലും അവിടുത്തെ എല്ലാം ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. മനസ്സിലായോ? ഇനി 1ൻ്റെ കേസിൽ നോക്കാം. നോക്കിയേ, 1ൻ്റെ സ്ക്വയർ എന്താ, 1. 1ൻ്റെ ക്യൂബ് എന്താ, 1. 1/4 എന്താ, 1. അങ്ങനെ അങ്ങോട്ട് പോയി ഏതെടുത്താലും അവസാനത്തെ ഡിജിറ്റ് 1 ആയിരിക്കും. ഇനി 11ൻ്റെ സ്ക്വയർ എത്ര, 121. കണ്ടോ, അവസാനം 1 അല്ലേ ലാസ്റ്റ് ഡിജിറ്റ്, അതിൻ്റെ ഏത് പവർ എടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസറിനകത്തിലെ അവസാനത്തെ ഡിജിറ്റ് എന്തായിരിക്കും, 1 തന്നെ ആയിരിക്കും. അടുത്ത നമ്പർ നോക്കിയേ, 21ൻ്റെ സ്ക്വയർ നോക്കിയേ. 21ൻ്റെ സ്ക്വയർ എത്ര കിട്ടും, 441. അവിടെയും കണ്ടോ 1, അവസാനത്തെ 1. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കിയേ, 5ൻ്റെ കേസ് എന്താ, 5
5ൻ്റെ സ്ക്വയർ എത്ര കിട്ടും നമുക്ക്? 25. 5ൻ്റെ ക്യൂബ് എത്ര കിട്ടും നമുക്ക്? 125 അല്ലേ? അങ്ങനെ ഓക്കെ, 5ൻ്റെ ഏത് പവർ എടുത്താലും അവസാനം എത്ര കിട്ടത്തുള്ളൂ? 5 കിട്ടത്തുള്ളൂ. അതേ കേസ് തന്നെയാണ് 6. 6ൻ്റെ സ്ക്വയർ 36 അല്ലേ? 6ൻ്റെ സ്ക്വയർ 36. എന്നിട്ട് 6ൻ്റെ ക്യൂബ് എടുത്ത് 216 കണ്ടോ? അവസാനം 6. അപ്പോൾ എന്താ പറഞ്ഞത്? തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ അവസാന ഡിജിറ്റ് 0യോ 1ഓ 5ഓ 6ഓ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് പവർ എന്തും ആയിക്കോട്ടെ, പവർ നമുക്ക് നോക്കിയേ വേണ്ട, എത്ര നമ്പർ ആയിക്കോട്ടെ പവർ, അതിൻ്റെ കിട്ടുന്ന ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് തന്നെ ആയിരിക്കും? അതേ നമ്പർ തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത നമ്പേഴ്സിൻ്റെ കണ്ടീഷൻ പറയാം. ഇത് കഴിഞ്ഞുള്ള 0, 1, 5, 6 ഈ 4 നമ്പർ കഴിഞ്ഞ് ബാക്കി ഏത് നമ്പരും വന്നോട്ടെ. ബാക്കി ഏത് നമ്പർ ആയാലും അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയേ. ബാക്കി ഏതൊക്കെ നമ്പറുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട് അല്ലേ? ബാക്കിയുള്ള എല്ലാ നമ്പരും ഏത് നമ്പരും ആയിക്കോട്ടെ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതേ നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ എഴുതുക. 828 റേസ് ടു 513 ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരിക. 828 റേസ് ടു 513 ഈ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ആദ്യം ഇതിൻ്റെ പവർ നോക്കുക. ഇതിൻ്റെ പവർ എത്ര? ഇവിടെ 513. ആ പവർ ഇഞ്ഞെടുക്കുക 513. ആ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യനകത്തിൽ ലാസ്റ്റ് ഡിജിറ്റ് നോക്കണം. ലാസ്റ്റ് ഡിജിറ്റ് 0യോ 1ഓ 5ഓ 6ഓ അല്ലെങ്കിൽ അതല്ലാതെ അതൊഴികെ ബാക്കി ഏത് നമ്പർ വന്നാലും എന്ത് ചെയ്യുക? ആ പവർ ഇഞ്ഞെടുക്കുക. പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. ഓക്കെ, റിമൈൻഡർ 1 കിട്ടി അല്ലേ? റിമൈൻഡർ 1 കിട്ടി. നോക്കിക്കോണേ, റിമൈൻഡർ 1 കിട്ടി. അപ്പോൾ എന്താ പറഞ്ഞത്? തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തുള്ള പവർ ഇഞ്ഞെടുക്കുക. ആ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടും അല്ലേ? ഓക്കെ, നമുക്ക് 4 കൊണ്ട് ഏത് നമ്പറിനെ ഡിവൈഡ് ചെയ്താലും ഏതൊക്കെ റിമൈൻഡർ വരാൻ ചാൻസ് ഉണ്ട്? ഒന്നെങ്കിൽ റിമൈൻഡർ 1 വരാം, അല്ലെങ്കിൽ റിമൈൻഡർ 2 വരാം, അല്ലെങ്കിൽ റിമൈൻഡർ 3 വരാം. റിമൈൻഡർ 4 വരുമോ? ഇല്ല, 4 വരത്തില്ല. അതിന് പകരം 0 വരും അല്ലേ? റിമൈൻഡർ 0 വരും. അപ്പോൾ ഒന്നെങ്കിൽ ഏതൊരു നമ്പറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്നെങ്കിൽ റിമൈൻഡർ 1 വരും, അല്ലെങ്കിൽ റിമൈൻഡർ 2 വരും, അല്ലെങ്കിൽ റിമൈൻഡർ 3 വരും, അല്ലെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും, അല്ലെങ്കിൽ റിമൈൻഡർ ഇല്ലായിരിക്കും. ഇനി 1 വരുവാണെങ്കിൽ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 വരികയാണെങ്കിൽ നമ്മളിവിടുത്തെ നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പർ നമുക്ക് കാണാൻ തന്ന ക്വസ്റ്റ്യനകത്തിലെ അവസാനത്തെ നമ്പർ, അതിൻ്റെ ആ പവർ കാണണം. വെച്ചാൽ 8^1 കാണണം. ഇനി റിമൈൻഡർ 2 തരുന്നതെങ്കിൽ, റിമൈൻഡർ 2 നമുക്ക് കിട്ടുന്നതെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ആ പവർ കാണും. ഇനി റിമൈൻഡർ 3 ആണെങ്കിൽ ഇതേമാതിരി 8ൻ്റെ ക്യൂബ്. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആയതുകൊണ്ടാണ് നമ്മൾ 8ൻ്റെ ക്യൂബ്. ഇതേ റിമൈൻഡർ 0 ആണെങ്കിൽ 8^4 എന്നെടുത്തേക്കണം. റിമൈൻഡർ 0 ആണെങ്കിൽ 8^4. അതിൻ്റെ പവർ എത്ര ആയിട്ട് എടുക്കുക? 4 ആയിട്ട് എടുക്കുക. അപ്പോൾ എന്താ പറഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡറിനെ ആ പവർ ആക്കി എടുക്കുക. മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ. നോക്കിയേ, 8^1 ആൻസർ എത്ര കിട്ടും? നമുക്ക് 8 എന്ന് കിട്ടും. 8ൻ്റെ സ്ക്വയർ എത്ര കിട്ടും? ആൻസർ 64 എന്ന് കിട്ടും. 8ൻ്റെ ക്യൂബ് എത്ര കിട്ടും? ആൻസർ 8ൻ്റെ ക്യൂബ് എത്ര കിട്ടും? ആൻസർ 512 എന്ന് കിട്ടും. ഈ 8^4 ആൻസർ എത്ര കിട്ടും? 4096 എന്ന് കിട്ടും. മനസ്സിലായ ക്വസ്റ്റ്യൻ? നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാകാൻ ചാൻസ് ഉണ്ട്? 1 ആകാൻ ചാൻസ് ഉണ്ട്, 2 ആകാൻ ചാൻസ് ഉണ്ട്, 3 ആകാൻ ചാൻസ് ഉണ്ട്, 4 ആകാൻ ചാൻസ് ഉണ്ട്. 1 ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ 8^1 എന്ന് എഴുതുക. റിമൈൻഡർ 2 ആണ് കിട്ടുന്നതെങ്കിൽ 8^2 എന്ന് എഴുതുക. റിമൈൻഡർ 3 ആണ് കിട്ടുന്നതെങ്കിൽ 8^3 എന്ന് എഴുതുക. റിമൈൻഡർ 0 ആണെങ്കിൽ 8^4 എന്ന് എഴുതുക. ഇനി ഈ 8 എവിടെ നിന്ന് കിട്ടി? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്തിലെ ലാസ്റ്റ് ഡിജിറ്റ് ആണ് കേട്ടോ, 8. അത് മറന്നു പോകരുത്.
ഇനി 8⁻1 ആണെങ്കിൽ 8, 8ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 64, 8ൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ 512, 8⁻4 എടുത്താൽ 4096. ഓക്കെ, ഈ നമ്പേഴ്സിൻ്റെ ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 8 കണ്ടോ, ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 8, ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 4, ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 2, ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 6. ഓക്കെ, നമ്മളിവിടുത്തെ ഈ ക്വസ്റ്റ്യനകത്ത് 513നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര കിട്ടിയേ? 1. അപ്പോൾ റിമൈൻഡർ 1 ആണെങ്കിൽ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? നമുക്ക് 8 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. റിമൈൻഡർ 2 ആയിരുന്നെങ്കിൽ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് എത്ര കിട്ടിയാൽ നമുക്ക് 4 കിട്ടിയാൽ. റിമൈൻഡർ 3 ആയിട്ടാണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് എത്ര കിട്ടിയാൽ നമുക്ക് 2 എന്ന് കിട്ടിയാൽ. റിമൈൻഡർ 0 ആയിരുന്നെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് എത്ര കിട്ടിയാൽ നമുക്ക് 6 കിട്ടിയാൽ. മനസ്സിലായല്ലോ. അപ്പോൾ 0, 1, 5, 6 ഈ 4 നമ്പർ ഒഴികെ ബാക്കി ഏത് നമ്പർ വന്നാലും എന്ത് ചെയ്യണം? നമ്മൾ ആ പവർ എടുത്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്രയാണോ കിട്ടുന്നത് ആ റിമൈൻഡറിനെ നമ്മുടെ ക്വസ്റ്റ്യനകത്തിലെ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ പവറായിട്ട് എഴുതുക. അതിൻ്റെ ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണോ, യൂണിറ്റ് ഡിജിറ്റ് എത്രയാണോ, അതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 357/86. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ പവർ ഏതാണോ ആ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ബാലൻസ് 2 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണോ, ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 7 എന്നുള്ളതാ അല്ലേ? 7 എന്നെടുത്തു. ലാസ്റ്റ് ഡിജിറ്റിനെ എടുത്തിട്ട് ഈ റിമൈൻഡറായിട്ട് കിട്ടിയ നമ്പർ ഉണ്ടല്ലോ 2, അതിനെ പവറാക്കി എഴുതി. അപ്പോൾ 7ൻ്റെ സ്ക്വയർ എത്ര? 49 അല്ലേ? ഈ കിട്ടിയ ആൻസറിനകത്തിലെ യൂണിറ്റ് ഡിജിറ്റ് ഏതാ? 9 എന്നുള്ളതാ. അപ്പോൾ നമുക്ക് പറയാം 357/86 എന്നുള്ള നമ്പേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും? നമുക്ക് 9 വരും. എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡിജിറ്റ് അതിനകത്തിൽ 9 വരും. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ആ കണക്കിലേക്ക് വരാം. എന്താ ക്വസ്റ്റ്യൻ എന്താ? 125/813 ഇൻറ്റു 553/3703 ഇൻറ്റു 4532/828. ഈ നമ്പേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക. ഈ നമ്പേഴ്സിൻ്റെ ആദ്യം ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്ത് ചെയ്യണം? ആദ്യം ഓരോ നമ്പറിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാം. നമുക്ക് 125/813 എന്തായിരിക്കും ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്? നമ്മൾ പറഞ്ഞായിരുന്നു 0, 1, 5, 6 ഏതെങ്കിലും നമ്പറാണ് അവസാനത്തെ നമ്പറായിട്ട് വരികയും അതിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ 125/813 അവസാനത്തെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? നമുക്ക് 5 എന്ന് വരും. ഇനി 553/3703. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് ഈ ക്വസ്റ്റ്യനകത്തിലെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ് അല്ലേ? 3 ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ബാക്കി എല്ലാ നമ്പറിനകത്തിലും എന്താ ചെയ്യേണ്ടത്? അതിനെ 4 കൊണ്ട്, പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് നോക്കിയേ. അപ്പോൾ അതിൻ്റെ പവറിനെ ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 3 ആയിട്ട് കിട്ടി. അപ്പോൾ റിമൈൻഡർ 3 ആയിട്ട് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഡിജിറ്റിൻ്റെ പവറാക്കി ആ റിമൈൻഡറിനെ എഴുതുക. എന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. എത്ര കിട്ടും? നമുക്ക് 27 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ അതിനകത്തുള്ള യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 7. ഇനി അടുത്ത നമ്പർ എടുത്തേ 4532. 4532/828. ഇത് എങ്ങനെ ചെയ്യണം? നോക്കിയേ, 828 പവറിനെ എടുക്കുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പവറിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമുക്ക് 0 ആയിട്ട് കിട്ടി. 0 ആയിട്ട് കിട്ടുമ്പോൾ റിമൈൻഡർ 0 കിട്ടി. റിമൈൻഡർ 0 കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിമൈൻഡർ 0 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ⁴ എന്ന് എഴുതണം അല്ലേ? എത്ര കിട്ടും? 16. ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 6. അപ്പം എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് കിട്ടി അല്ലേ?
നോക്കിയേ 125-നെ 5 കിട്ടി. ദെൻ അടുത്തതിന് 7 കിട്ടി. അടുത്തതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, ഈ നമ്പറെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുക. അതേപോലെ ഇവിടെ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടി? 7 35 35 ഇൻറ്റു 6 6 30 അല്ലേ. യൂണിറ്റ് ഡിജിറ്റ് എത്ര കിട്ടി? അവസാനത്തെ ഡിജിറ്റ് 0 എന്ന് കിട്ടി. അവസാന ഡിജിറ്റ് 0 എന്ന് കിട്ടി. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് ഇൻ ദ പ്രോഡക്റ്റ് 3127 റേസ് ടു 173. 3127 റേസ് ടു 173ൻ്റെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് കാണും. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയേ. ലാസ്റ്റ് ഡിജിറ്റ് ചെക്ക് ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 7 ആണ് അല്ലേ. അങ്ങനെ 7 ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. റിമൈൻഡർ 1 കിട്ടി. അങ്ങനെ റിമൈൻഡർ കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യണം? ആ റിമൈൻഡറിനെ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ പവറായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് 7 കിട്ടി. അപ്പോൾ ആൻസർ ലാസ്റ്റ് ഡിജിറ്റ് എത്ര കിട്ടും? നമുക്ക് 7 കിട്ടും. മനസ്സിലായോ? സിമ്പിളായിരുന്നല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ബിറ്റ്വീൻ 200 ആൻഡ് 400 ഡിവിസിബിൾ ബൈ 9. എന്താ ക്വസ്റ്റ്യൻ? 200നും 400നും ഇടയിൽ 200നും 400നും ഇടയിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മ് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായോ? 200നും 400നും ഇടയിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മ് കണ്ടുപിടിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് നമ്പർ നമ്മുടെ സമ്മ് കാണാനുള്ള ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ, അല്ലേ? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിനകത്തിലെ ആദ്യത്തെ നമ്പർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്പർ എത്രയായിരിക്കും? നോക്കിയേ, 200നും 400നും ഇടയിലല്ലേ. അപ്പോൾ 200നെ ആദ്യം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോക്കിയേ, റിമൈൻഡർ 2 വന്നു അല്ലേ. അപ്പോൾ 200നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരും. അപ്പോൾ 200നെ ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ 201നെ ചെയ്യുമ്പോൾ എത്ര കിട്ടുമായിരിക്കും? റിമൈൻഡർ 3 കിട്ടുമായിരിക്കും. 202 ചെയ്യുമ്പോഴോ റിമൈൻഡർ 4 കിട്ടും. 203 ചെയ്യുമ്പോഴോ 5 കിട്ടും. 204 ചെയ്യുമ്പോഴോ 6 റിമൈൻഡർ കിട്ടും. 205 ചെയ്യുമ്പോഴോ 7 റിമൈൻഡർ കിട്ടും. 206 ചെയ്യുമ്പോഴോ 8 റിമൈൻഡർ കിട്ടും. 207 ചെയ്യുമ്പോഴോ 9 റിമൈൻഡർ കിട്ടുമോ? ഇല്ല, 9 കിട്ടത്തില്ല. അവിടെ റിമൈൻഡർ 0 എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, 207നെ വെറുതെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 0 എന്ന് കിട്ടിയുണ്ടോ? അപ്പോൾ ആദ്യത്തെ നമ്പർ 200നും 400നും ഇടയിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ നമ്പറാണ് എന്തെന്ന് പറയുന്നത്? 207. അടുത്ത രണ്ടാമത്തെ നമ്പർ ഏതായിരിക്കും? 207ൻ്റെ കൂടെ 9 കൂട്ടുന്നതായിരിക്കും അല്ലേ. 9 കൂട്ടുമ്പോഴാണ് തൊട്ടടുത്ത 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ കിട്ടുന്നത്. അപ്പോൾ 207 + 9 എത്ര കിട്ടും? 16 കിട്ടും. ഇനി അടുത്ത നമ്പർ കിട്ടാൻ വീണ്ടും എന്ത് ചെയ്യണം? 9 കൂട്ടണം. അപ്പോൾ നമുക്ക് 225 എന്ന് കിട്ടും. അങ്ങനെ പോകുന്നൊരു സമാന്തര ശ്രേണി അല്ലേ. അങ്ങനെ പോകുന്നൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് x1 എന്ന് പറയുന്നത് എത്ര കിട്ടും? 207 കിട്ടും. x1 207. ദെൻ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 കിട്ടും അല്ലേ. കോമൺ ഡിഫറൻസ് എത്ര കിട്ടും? 9 കിട്ടും. ഇനി ഇവിടുത്തെ ലാസ്റ്റ് ടേം എത്ര കിട്ടുമായിരിക്കും? എങ്ങനെ മനസ്സിലാകും ലാസ്റ്റ് ടേം? നോക്കാം. ലാസ്റ്റ് ടേം എവിടം വരെ? 400 വരെ അല്ലേ. അപ്പോൾ ലാസ്റ്റ് ടേം ഒന്ന് നോക്കിയേ. ലാസ്റ്റ് ടേം 400 ആണ്. അപ്പോൾ 400 നോക്കിയേ. 400 ഡിവൈഡഡ് ബൈ 9 ചെയ്യണം. അപ്പം 400 ചെയ്യുമ്പോൾ മുമ്പേ നമ്മൾ ചെയ്ത പോലെ 400 ചെയ്യുമ്പോൾ റിമൈൻഡർ 4 കിട്ടും. അപ്പം തൊട്ട് 401 എടുക്കാൻ പറ്റത്തില്ല. മുമ്പോട്ട് വരിക. 400നും 200നും ഇടയ്ക്കല്ലേ നമ്പർ. അപ്പം 399, 400 തൊട്ട് മുമ്പുള്ള നമ്പർ. അപ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 3 ആയിരിക്കും.
ഇനി 398 റിമൈൻഡർ എത്രയായിരിക്കും 2. 397 റിമൈൻഡർ എത്രയായിരിക്കും 1. 396 റിമൈൻഡർ എത്രയായിരിക്കും 0. അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അവസാനത്തെ നമ്പർ 400-നും 200-നും ഇടയ്ക്കുള്ള അവസാനത്തെ നമ്പർ എത്രയായിരിക്കും 396 ആയിരിക്കും. ലാസ്റ്റ് ടേം നമുക്ക് XN എന്ന് വിളിക്കുന്ന ടേം അവസാനത്തെ ടേം എത്രയായിരിക്കും 396. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 200-നും 400-നും ഇടയിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിൻ്റെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 200-നും 400-നും ഇടയ്ക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ നമ്പർ 207 ആണ്. അടുത്തത് 9 കൂട്ടി പോയാൽ മതി. അപ്പോൾ അവസാനത്തെ നമ്പർ എന്തായിരിക്കും 396. നമ്മൾ സം കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇക്വേഷൻ? സം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? ഏതായിരുന്നു? 2 ഇക്വേഷൻ പഠിച്ചു അല്ലേ? ഏതൊക്കെയാ? ഫസ്റ്റ് ഇക്വേഷൻ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d അല്ലേ? ഇവിടെ XN കിട്ടിയേക്കുന്നുണ്ട്, അവസാന പദം ഉള്ളതുകൊണ്ട് നമുക്ക് അടുത്ത ഇക്വേഷൻ കൺസിഡർ ചെയ്യാമല്ലോ. n/2 ഇൻറ്റു x1 പ്ലസ് xn. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. മനസ്സിലായോ? ആദ്യ പദവും അവസാന പദവും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ n കണ്ടുപിടിച്ചിട്ടുണ്ടോ നമ്മൾ? ഇല്ല. n ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ 200-നും 400-നും ഇടയിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ n എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇത് നോക്കിയേ, n കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നോക്കിക്കോ. xn അല്ലേ? xn കണ്ടുപിടിക്കാൻ എന്ത് ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു? എന്താ? a പ്ലസ് അല്ലെങ്കിൽ x1 പ്ലസ് n-1 ഇൻറ്റു d. ഇത് നമ്മൾ പഠിച്ചായിരുന്നു. എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? x1 പ്ലസ് n-1 ഇൻറ്റു d എന്ന് വെച്ചാൽ അവസാനത്തെ പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അവസാനത്തെ പദം ഇവിടെ 396 എന്ന് കിട്ടി. അപ്പോൾ 396 ഈക്വൽ ടു x1 207 പ്ലസ് n എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ n-1 ഇൻറ്റു d എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, ചെയ്തേ. ഇതിനകത്ത് നിന്ന് n കണ്ടുപിടിക്കണം. ഈ 207 ഉണ്ടല്ലോ, 207 ഇവിടെ കൂട്ടിയേക്കുമല്ലേ? ഈ കൂട്ടിയേക്കുന്ന 207 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്ത് പറ്റും? കുറയ്ക്കും അല്ലേ? 396 മൈനസ് 207 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് n-1 ഇൻറ്റു 9. ഇനി 396 നിന്ന് 207 ഒന്ന് കുറച്ച് നോക്കിയേ, എത്ര? 189 എന്ന് കിട്ടും. 189. ഈ 189 ഈക്വൽ ടു n-1 ഇൻറ്റു 9 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ 9നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ഗുണിച്ചിരിക്കുന്ന 9 ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും അല്ലേ? അപ്പോൾ ഇപ്പോൾ നോക്കിയേ, ഈ 9നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? 189 ഡിവൈഡ് ബൈ 9 ഈക്വൽ ടു n-1 എന്ന് കിട്ടും. എത്ര? 189/9. 189നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 21 എന്ന് കിട്ടും. അപ്പം 21 ഈക്വൽ ടു n-1 എന്ന് കിട്ടും. 21 ഈക്വൽ ടു n-1. ഇവിടെ n അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സോ -1 ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. -1നെ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? +1 ആവും. അപ്പം n ഈക്വൽ ടു 21 + 1 ഈക്വൽ ടു 22 എന്ന് കിട്ടി. അപ്പോൾ n കിട്ടി 22 എന്ന്. അപ്പോൾ n കിട്ടി 22. മനസ്സിലായല്ലോ? അപ്പോൾ n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? xn അവസാനത്തെ ടേം നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് n കണ്ടുപിടിക്കാം. എങ്ങനെ? അവസാനത്തെ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d. അപ്പോൾ xn തന്നിട്ടുണ്ട്, അവസാനത്തെ പദം 396. ദെൻ ആദ്യത്തെ പദം x1 കിട്ടിയിട്ടുണ്ട്. ദെൻ n-1 ഇൻറ്റു d 9 ആണ്. അതിൽ നിന്ന് നമ്മൾ n കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ? ഇത്രയും കണ്ടുപിടിച്ചല്ലോ. ഇനി ഈ n-ൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. n/2 ഇൻറ്റു x1 പ്ലസ് xn. n നമ്മൾ കണ്ടുപിടിച്ചു 22. അപ്പം 22 ഡിവൈഡ് ബൈ 2 ഇൻറ്റു x1 എത്രയായിരുന്നു? 207
പ്ലസ് എക്സ് എൻ എത്രയായിരുന്നു, അവസാന പദം എത്രയായിരുന്നു, 396. അപ്പം 22 ഡിവൈഡ് ബൈ 2 ആൻസർ 11 കിട്ടി. അപ്പം 11 ഇൻറ്റു ഇത് തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി, 27 പ്ലസ് 396 ഈക്വൽ ടു 603 കിട്ടി. ഇൻറ്റു 11 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 633. ഓപ്ഷൻ ബി. മനസ്സിലായോ? ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ 200-നും 400-നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കുക. ദെൻ അത് വെച്ച് n കണ്ടുപിടിക്കുക. n കണ്ടുപിടിച്ചിട്ട് n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് സം കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 100 ആൻഡ് 200 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 3. നമ്മളിപ്പം ചെയ്ത അതേ ക്വസ്റ്റ്യൻ മാതിരി 100-നും 200-നും ഇടയ്ക്കുള്ള 100-നും 200-നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് 3ൻ്റെ മൾട്ടിപ്പിളായ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും സം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, ആദ്യം നമ്മൾ ടേംസ് കണ്ടുപിടിക്കണം അല്ലേ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ 100-നെ ആദ്യം 100-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും, 9 ബാലൻസ് 1. അപ്പം 3-നെ 100 കൊണ്ട് ചെയ്യുമ്പോൾ ബാലൻസ് 1 വരും. 101 ആണെങ്കിൽ റിമൈൻഡർ എത്ര കിട്ടും, 2 വരും. 102 ആകുമ്പോൾ റിമൈൻഡർ 3 കിട്ടുമോ, ഇല്ല. ഇവിടെ 3 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് റിമൈൻഡർ 0 കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം കിട്ടി 102. അടുത്ത ടേം എന്തായിരിക്കും, 102ൻ്റെ കൂടെ 3 കൂട്ടുന്നതായിരിക്കും അല്ലേ, കാരണം മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ. അപ്പം 105. അടുത്തത് 108. ഇങ്ങനെ പോവും. ലാസ്റ്റ് ടേം എന്തായിരിക്കും, 200-നും ഇടയ്ക്കായതുകൊണ്ട് ലാസ്റ്റ് ടേം 200 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും, നോക്കിയേ. 200-നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. അപ്പോൾ അതിന് മുമ്പുള്ള നമ്പർ ഉണ്ടല്ലോ, തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാ, 199. അപ്പോൾ 199-നെ ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടും. 198-നെ ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും, നമുക്ക് 0 കിട്ടും. മനസ്സിലായോ? ബാക്കിലോട്ട് പോകുമ്പോഴേ 2 1 ആക്കണം കേട്ടോ. ബാക്കിലോട്ട് പോകുന്നതനുസരിച്ച് നമ്പർ കുറഞ്ഞുകൊണ്ട് വരുവേ. ഓക്കെ, 2 1 ആയി, 1 0. എത്രയായിരിക്കും, 198. ഇനി എന്ത് കണ്ടുപിടിക്കണം, നമുക്കിനി n കണ്ടുപിടിക്കണം അല്ലേ. ഇനി എന്ത് കണ്ടുപിടിക്കണം, n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാൻ എന്താ, ലാസ്റ്റ് ടേം കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 198 അതാണ് നമ്മുടെ ഇക്വേഷൻ. അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്താ, xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d. ലാസ്റ്റ് ടേം 198. ദെൻ 198 ഈക്വൽ ടു x1 എന്ന് പറയുന്നത് 102 പ്ലസ് n-1 ഇൻറ്റു d3. 102-നെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. കൂട്ടിയേക്കുന്ന 102 ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യും, കുറയ്ക്കും. അപ്പം 198 മൈനസ് 102 ഈക്വൽ ടു n-1 ഇൻറ്റു 3. ഇതിനെ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 96 എന്ന് കിട്ടും. ഈ 96 ഇവിടെ 3 ഗുണിച്ചേക്കുമല്ലേ, ഈ 3 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് ചെയ്യും, ഡിവൈഡ് ആകും, n-1. 96-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 32 കിട്ടും. ദെൻ 32 ഈക്വൽ ടു n-1 ആണെങ്കിൽ ഈ n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇവിടെ കുറച്ചേക്കുന്ന 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, കൂട്ടുക. 32 പ്ലസ് 1 ഈക്വൽ ടു 33. അപ്പോൾ ഇത് 33-ാമത്തെ ടേമാണ് 198 എന്നുള്ളത്. അപ്പോൾ n കിട്ടി. ഇക്വേഷനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. n/2 ഇൻറ്റു x1 പ്ലസ് xn. n എത്ര കിട്ടി, 33 ഡിവൈഡ് ബൈ 2 ഇൻറ്റു x1 എത്ര, 102 പ്ലസ് xn എത്ര, 198. എത്ര കിട്ടും, 33 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 300 കിട്ടും. വെട്ടിക്രിയ ചെയ്ത് 150. ദെൻ 33 ഇൻറ്റു 150
ആൻസർ 4950 കിട്ടും. ഓപ്ഷൻ ബി 4950. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യ പദം കാണണം, അവസാന പദം കാണണം. അതിനകത്ത് എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ആ ടേമും എന്ന് കിട്ടി, ആദ്യ പദം അവസാന പദം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? സമ്മ് കാണാം. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ വാല്യൂ ഓഫ് 3 + 3² + 3³ + എക്സെട്ര + 3⁻⁷. ഇത് ഏത് ടോപ്പിക്കിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യനാണ്? ജിയോമെട്രിക് സീരീസ് എന്നുള്ളതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യനാണ് അല്ലേ? ദ വാല്യൂ ഓഫ് നമ്പേഴ്സ്, ഇത്ര നമ്പേഴ്സിൻ്റെ വാല്യൂ കാണണം എന്ന് വെച്ചാൽ സമ്മ് കാണാനല്ലേ? 3ൽ തുടങ്ങി 3⁻⁷ വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനല്ലേ വെച്ചേക്കുന്നത്? അപ്പോൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ജിയോമെട്രിക്കിനകത്തിൽ a ഇൻറ്റു 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r അല്ലേ? ഇതിനകത്ത് a എന്ന് പറയുന്ന ഫസ്റ്റ് ടേം അതിവിടെ തന്നിട്ടുണ്ട്. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 3. ദെൻ r എന്ന് പറയുന്നത് എന്താണ്? കോമൺ റേഷ്യോ ആണ്. കോമൺ റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. ഇവിടുത്തെ സെക്കൻഡ് ടേം എത്രയാ? 3യുടെ സ്ക്വയർ അല്ലേ? എന്ന് വെച്ചാൽ 3 × 3 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം എത്ര? 3. ഓക്കെ, ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ആൻസർ എത്ര കിട്ടും? 3. അപ്പോൾ ഇവിടുത്തെ r എന്ന് പറയുന്നത് 3 കിട്ടി. ഇനി എന്താ? n എന്ന് പറയുന്നത് എത്ര ടേം ഉണ്ട് നോക്കിയേ? 1 2 1 2 3 അങ്ങനെ 4 5 6 7 എത്ര ടേം ഉണ്ട്? 7 ടേം ഉണ്ട്. മനസ്സിലായോ? പറഞ്ഞേ. ഇവിടെ ഒരു കണ്ടീഷനും കൂടെ പറയാറുണ്ട്. എന്താ? r എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതാണ് എന്നുണ്ടെങ്കിലാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിയാൽ r എന്ന് പറയുന്നത് 3 ആണല്ലേ? r 3 ആണെങ്കിൽ ഏത് ഇക്വേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്? a ഇൻറ്റു r⁻n-1 ഡിവൈഡഡ് ബൈ r-1 ഇതാണ് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ഇതാണ് ഇക്വേഷൻ. എപ്പോഴും r 1നേക്കാൾ വലുതാണെങ്കിൽ, ഇവിടെ r-ൻ്റെ വാല്യൂ 3 അല്ലേ കിട്ടിയേക്കുന്നത്? 1നേക്കാൾ വലുതല്ലേ? അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. നോക്കിയാൽ വാല്യൂ ഇട്ട് നോക്കാം. a എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു r എന്ന് പറയുന്നതും 3 ആണ്. ⁻⁷ - 1 ഡിവൈഡഡ് ബൈ 3 - 1. ആൻസർ എത്ര കിട്ടും? 3 ഇൻറ്റു 3⁻⁷. വാല്യൂ എത്ര? 3⁻⁷ 2187 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. എത്ര കിട്ടും ആൻസർ? 3 ഇൻറ്റു 2186 ഡിവൈഡ് ബൈ 2. ആൻസർ കിട്ടും നമുക്ക് 3279 എന്ന ആൻസർ കിട്ടും. ഓപ്ഷനകത്ത് നോക്കിയേ, ഓപ്ഷൻ സി. മനസ്സിലായോ? ഇത് ജിയോമെട്രിക് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്. എന്താ? ഇവിടുത്തെ സമ്മ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ടേം ഉണ്ട്? 1 2 3 4 7 ടേം ഉണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് 7 ആണ്. 7 ടേം ഉണ്ട്. എന്താ ഇക്വേഷൻ? ഇവിടുത്തെ r 1നേക്കാൾ ചെറുതാണ് എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ a ഇൻറ്റു 1 - r⁻n ഡിവൈഡ് ബൈ 1 - r. ഇനി 1നേക്കാൾ വലുതാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരതൊന്ന് കാണുക, ക്ലിയർ ചെയ്യുക. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സം ഓഫ് സീരീസ് 1 + 2 + 3 + 4 + എക്സെട്ര എവിടം വരെ? 1000 വരെ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റി എഴുതാം. 1 മുതൽ 1000 വരെ അല്ലേ? 1 മുതൽ 1000 വരെയുള്ള എങ്ങനെയുള്ള നമ്പരാണ് നോക്കിയേ? 1 2 3 4 എന്നല്ലേ പോയേക്കുന്നത്? 1 2 3 4 എന്ന് പറയുന്നത് എന്ത് നമ്പരാ? നാച്ചുറൽ നമ്പറാണ് അല്ലേ? 1 2 3 4 എന്ന് പറഞ്ഞു പോകുന്നത് നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ആ നാച്ചുറൽ നമ്പറിൻ്റെ സമ്മാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇൻഡയറക്റ്റായിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ. എന്താ നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ കാണാനുള്ള ഇക്വേഷൻ? n ഇൻറ്റു n + 1 ഡിവൈഡ് ബൈ 2. ഇതല്ലേ നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ കാണാനുള്ള ഇക്വേഷൻ? n എന്ന് വെച്ചാൽ ഇവിടെ എത്ര നമ്പറുണ്ട് നോക്കിയേ? 1 മുതൽ 1000 വരെയല്ലേ നമ്പർ കൊടുത്തേക്കുന്നത്? 1 മുതൽ 1000 വരെ ഉള്ളതിനകത്ത് എത്ര നമ്പർ കാണും? 1000 നമ്പർ കാണും.
അപ്പോൾ 1000 ഇൻറ്റു n പ്ലസ് 1 എന്ന് വെച്ചാൽ 1000 പ്ലസ് 1 എത്ര കിട്ടും? 1001. അപ്പോൾ 1000 ഇൻറ്റു 1001 ഡിവൈഡ് ബൈ 2. ആൻസർ എത്ര കിട്ടും നമുക്ക്? നോക്കിയേ, 1000 2 കൂടെ വെട്ടിയിട്ട് നമുക്ക് 500. അപ്പോൾ 500 ഇൻറ്റു 1001 നമുക്ക് ആൻസർ കിട്ടും 500500. ഓപ്ഷൻ ബി. മനസ്സിലായ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? 1 + 2 + 3 എന്ന് പോയിട്ട് എവിടം വരെ 1000 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. 1 2 3 4 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. അപ്പം നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് ചോദിച്ചു കഴിഞ്ഞാലുള്ള ഇക്വേഷൻ എന്താ? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2. ഇവിടെ 1000 വരെ ഉള്ളതുകൊണ്ട് n എന്ന് പറയുന്നത് എന്തായിരിക്കും? 1000 ആയിരിക്കും. അപ്പോൾ 1000 ഇൻറ്റു 1001 ഡിവൈഡ് ബൈ 2 നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് ഇവിടെ തീരുന്നു. ഇനി നമുക്ക് നാളെ അടുത്ത ടോപ്പിക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നീങ്ങാം. ഓക്കെ, താങ്ക് യു.